ഫ്ലാറ്റിലേക്ക് ചെന്നെങ്കിലും നിവിൻ ആരോടും പല്ലവിയെ കണ്ട കാര്യം പറഞ്ഞില്ല. ഇപ്പോൾ എല്ലാവരും നീനയുടെ കാര്യത്തിൽ ദുഃഖത്തിലായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഈ സമയത്ത് ഇത് പറയേണ്ട കാര്യമില്ല. നീനയുടെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് പല്ലവിയും ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞതിന് ശേഷം പല്ലവിയുടെ കാര്യം വീട്ടിൽ സംസാരിക്കാമെന്നാണ് നിവിൻ കരുതിയത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ആ രാത്രി പല്ലവിയും നിവിനും മോഹനും സമാധാനത്തോടെ ഉറങ്ങി. ശനിയാഴ്ച രാവിലെ തന്നെ നീന നിവിനോടൊപ്പം രാഹുൽ ശർമ്മയുടെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം സ്കൂട്ടിയിൽ വന്നിറങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടതും നീന നിശ്ചലമായി പോയി. അപ്പോൾ ബോബിയും അവിടേക്കെത്തി. പെൺകുട്ടി നിവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കയറിപ്പോയി. ചേട്ടായി, അത് പല്ലവിയല്ലേ? അവളെങ്ങനെ ഇവിടെ? എല്ലാം ഞാൻ വ്യക്തമായി നിന്നോട് പറഞ്ഞു തരാം പിന്നീട്. ഒരു പുഞ്ചിരിയിൽ മറുപടി പറഞ്ഞു. ബോബി ഒന്ന് നോക്കാൻ പോലും നീന കൂട്ടാക്കിയിരുന്നില്ല. നിവിൻ ബോബിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നീനയൊന്ന് നോക്കിയിരുന്നെങ്കിലെന്ന് ബോബി ആ നിമിഷം ആഗ്രഹിച്ചു പോയിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഒരാൾ വന്ന് അകത്തേക്ക് രണ്ടാളെയും ക്ഷണിച്ചു. പല്ലവി രണ്ടുപേരെയും കാത്തിരിക്കുകയായിരുന്നു. ഇരിക്കൂ. നീനയുടെ മുഖത്ത് അമ്പരപ്പായിരുന്നു. എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി രണ്ടുപേരും ഒപ്പിട്ടാൽ മാത്രം മതി. ഒപ്പിട്ട് കഴിഞ്ഞാൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. പിന്നെ ഒരുപാട് താമസം ഒന്നും കാണില്ല. പരസ്പര സമ്മതത്തോടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലഭിക്കും. ബോബിയുടെ മുഖം മാറുന്നത് പല്ലവി ശ്രദ്ധിച്ചു. എൻ്റെ ജോലി കൗൺസിലിംഗ് അല്ല കേട്ടോ. എങ്കിലും ഡിവോഴ്സായി പോകുന്ന കപ്പിൾസിനോടൊക്കെ എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരു ബന്ധം മുറിച്ചു മാറ്റുന്നത് കാണുന്നതിലും സന്തോഷമല്ലേ പൊട്ടിപ്പോയ കണ്ണികൾ വിളക്കി ചേർക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടും ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കിടയിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നല്ല ജോലി ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ പറഞ്ഞു തരേണ്ടതില്ല. എങ്കിലും ചോദിക്കുകയാണ്, എന്താണ് ഒരു വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് വരാനുള്ള കാരണം? അദ്ദേഹത്തിനൊരു കുഞ്ഞിനെ നൽകാനുള്ള കഴിവ് എനിക്കില്ല, അതാണ്. നീനയുടെ മറുപടി ബോബിയുടെ ഹൃദയത്തിൽ എവിടെയോ തറഞ്ഞു. ഇവർ പറഞ്ഞത് തന്നെയാണ് കാരണം അല്ലേ? ബോബിയുടെ മുഖത്തേക്ക് നോക്കി പല്ലവി ചോദിച്ചു. അച്ഛനും അമ്മയും നിർബന്ധിക്കുന്നു. ബോബി നിർവികാരമായി മറുപടി പറഞ്ഞു. അച്ഛനും അമ്മയല്ല, നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാനുള്ളത്. വിവാഹം കഴിഞ്ഞ് ഒരച്ഛനാവുക അല്ലെങ്കിൽ ഒരമ്മയാവുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. അത് പൂവണിയാം, ചിലപ്പോൾ പൂവണിയാതിരിക്കാം. ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കുഞ്ഞുണ്ടാകുന്നത് ആരുടെയും പ്രത്യേക കഴിവുകൊണ്ടൊന്നുമല്ല. അത് ഈശ്വരൻ നൽകുന്ന ദാനമാണ്. നൽകേണ്ട സമയമാകുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളും അച്ഛനമ്മമാരുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അതിഥികൾ മാത്രമാണ്. അവസാന കാലഘട്ടം വരെ നമ്മളോട് ഒന്നിച്ച് കഴിയേണ്ടത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ്. മറ്റെന്തു ബന്ധത്തിലും വലുതാണ് ദാമ്പത്യം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് അടിസ്ഥാനം തന്നെ അതാണ്. സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച്. ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ഒരു പകുതി ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം കൂടുന്നതാണ് മറ്റൊരാൾ. പിന്നീടുള്ള നമ്മുടെ ജീവിതം മുഴുവൻ അവരോടൊപ്പമാണ്. ഒരു കുഞ്ഞുണ്ടായാൽ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ അവർ നമ്മളിൽ നിന്ന് അകന്നു പോവില്ലേ? മറ്റൊരു കൂട് തേടി അവർ പോവും. അതങ്ങനെയാണ്, പ്രകൃതി നിയമമാണ്. പിന്നെ വാർദ്ധക്യത്തിൽ പോലും പരസ്പരം ഊന്നുവടിയാകുന്നത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. പലർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയാറില്ല. പിന്നെ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. നിങ്ങളിൽ ആർക്കാണ് കുഴപ്പം? വൈഫിനാണോ? ബോബിയുടെ മുഖത്തേക്ക് നോക്കി പല്ലവി ചോദിച്ചു. അവൾക്ക് കുഴപ്പമുള്ളതായി ഡോക്ടർ പറഞ്ഞിട്ടില്ല. ആർക്കും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാൻ വൈകാവൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതിനു മുൻപേ നിങ്ങൾ തീരുമാനിച്ചു ഇവർക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ലെന്ന്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? നിങ്ങൾക്കാണ് പ്രശ്നമുള്ളതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇവരായിരുന്നു ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നതെങ്കിലോ? അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നോ? ഇനി നിങ്ങളൊരു മറ്റൊരു വിവാഹം കഴിച്ചു വന്നിരിക്കട്ടെ. നാളെ അവർക്കും കുഞ്ഞുണ്ടായില്ലെങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് വീണ്ടും വിവാഹം കഴിക്കുമോ? പ്രശ്നം കാണുന്നു അറിഞ്ഞാൽ ഇവർ മറ്റൊരു വിവാഹത്തിന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം വേദനിപ്പിക്കും? അതുതന്നെ ആയിരിക്കില്ലേ ഇപ്പോൾ ഇവരുടെ മാനസികാവസ്ഥ? ബോബിയുടെ ഹൃദയത്തിലാണ് ആ ചോദ്യം തറച്ചത്. സത്യമാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഒരുപക്ഷെ അവളുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. തന്നെ അവൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അവൻ്റെ മനസ്സിൽ കുറ്റബോധം ഉടലെടുത്തു. പല്ലവി മേശവലപ്പിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് രണ്ടുപേർക്കും നീട്ടി. ഒപ്പം പേനയും. ഒപ്പിട്ടോളൂ.
ബോബി പേന വാങ്ങാൻ മടിച്ചു നിന്നു. പല്ലവിയുടെ ചുണ്ടിൽ ഒരു ഗൂഢസ്മിതം ഒളിഞ്ഞു നിന്നു. ബോബിയുടെ മനസ്സിൽ നന്നായി ചലനമുണ്ടാക്കിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എനിക്കൊന്നുകൂടി ആലോചിക്കണം മാഡം. ബോബി എഴുന്നേറ്റുപോയി. ശരിക്കും ബോബിയുടെ ആ തീരുമാനം നീനയെ വല്ലാതെ അമ്പരപ്പിച്ച് കളഞ്ഞിരുന്നു. അവൾ എഴുന്നേൽക്കാൻ പോലും മടിച്ചിരുന്നു. ചേച്ചി, പല്ലവി വിളിച്ചു. അവൾ കണ്ണുനീർ നിറഞ്ഞ മുഖത്തോടെ പല്ലവിയെ നോക്കി. ചേച്ചി, ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. പരിഹാരമില്ലാത്ത വിഷയങ്ങളൊന്നുമില്ല. 5 വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. 10-12 വർഷങ്ങൾ കാത്തിരുന്ന് കുട്ടികളുണ്ടാകുന്ന എത്രയോ പേരുണ്ട്. ഒരിക്കലും ആത്മവിശ്വാസം കൈവെടിയരുത്. വൈകി തന്നാലും ഈശ്വരൻ സന്തോഷം നിറഞ്ഞത് മാത്രം നൽകുമെന്ന് പ്രതീക്ഷിക്കണം. നീന പല്ലവിയുടെ കൈ പിടിച്ചു. അറിയാതെ കരഞ്ഞുപോയി അവൾ. എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത് തെറ്റുകൾ മാത്രമാണ്. ഇപ്പം എൻ്റെ ജീവിതം കരക്കെടുപ്പിക്കാൻ നീ തന്നെ വേണ്ടി വന്നു. ഇത് തന്നെയാണ് ഈശ്വരൻ എനിക്ക് നൽകിയ ഉത്തരം. ഞാൻ നിനക്ക് ഒരു നന്മയും ഇന്ന് വരെ ചെയ്തിട്ടില്ല. നിന്റെ മനസ്സിനെ വേദനിപ്പിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ തീർച്ചയായും ഞാൻ കള്ളം പറയുന്നതല്ല. എൻ്റെ മനസ്സിൽ ഞാൻ നിന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, 1000 വട്ടം. ചേച്ചി വിഷമിക്കണ്ട. ഞാനതൊന്നും കാര്യമായി എടുത്തിട്ടില്ല. ആളുടെ കൂടെ ചെല്ല്. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പരസ്പരം പറഞ്ഞു തീർക്കാൻ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ളൂ. ആളിപ്പോൾ കാണിച്ചു തന്നെ ഒരു പോസിറ്റീവ് സൈനാണ്. നീന പുറത്തേക്ക് ചെല്ലുമ്പോൾ ബോബി കാത്തുനിരിപ്പുണ്ടായിരുന്നു. നീന നിവിനെ നോക്കി. നീ അളിയൻ്റെ കൂടെ പൊക്കോ. അളിയന് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അവൾ മറുത്തൊന്നും പറയാതെ ബോബിയുടെ കാറിൽ ചെന്ന് കയറി. ബോബി വണ്ടി സ്റ്റാർട്ടാക്കി. കുറേ നേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. കുറേ നേരത്തെ മൗനത്തിന് ശേഷം കാർ ഒതുക്കി ബോബി അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് വെച്ച് പറഞ്ഞു, ക്ഷമിക്കുമോളെ, അറിയാതെ പറ്റിപ്പോയതാണ്. എന്നോട് ക്ഷമിക്ക്. എനിക്ക് നിന്നെ വേണം. നമുക്ക് കുഞ്ഞു വേണ്ട. നമുക്ക് നമ്മൾ മാത്രം മതി. അവളുടെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ നീർമണികൾ അവൻ്റെ കയ്യിനെ ചുട്ടുപൊള്ളിച്ചു. ഒരു തേങ്ങലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ബോബിയും നീനയും ഫ്ലാറ്റിലെത്തുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അവരെ കാത്തിരിക്കുകയായിരുന്നു ട്രീസയും മാത്യൂസും നിവിനും. നിറപുഞ്ചിരിയോടെ അവരെ കാത്തിരുന്നു. എനിക്ക് സന്തോഷമായി മോളെ. ഇനി ഞങ്ങൾക്ക് സമാധാനമായി തിരിച്ചു പോകാം. നാളെ തന്നെ ഞങ്ങൾ പോയാലോ എന്ന് ആലോചിക്കുക. നിത കുറച്ച് ദിവസം വീട്ടിലേക്ക് വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയാലോ എന്ന് കരുതിയതാണ്. ഇനി ഞങ്ങളുടെ ആവശ്യം ഇവിടെയില്ല. ട്രീസ നീനയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ല അമ്മച്ചി. മറുപടി പറഞ്ഞത് ബോബിയാണ്. ഒരു തീരുമാനമെടുക്കേണ്ടത് ഇനി അളിയൻ്റെ കാര്യത്തിൽ. നിവിനെ നോക്കി ബോബി അത് പറഞ്ഞപ്പോൾ മനസ്സിലായി നീന എല്ലാ കാര്യങ്ങളും ബോബിയോട് പറഞ്ഞുവെന്ന്. പല്ലവിയുടെ വീട്ടിൽ പോയി നമുക്കത് ഉറപ്പിക്കണ്ടേ? എന്നിട്ട് പോയാൽ പോരെ? പല്ലവി എന്ന് കേട്ടതും ട്രീസയും മാത്യൂസും അമ്പരപ്പിൽ നോക്കി. അപ്പം തന്നെ അവരോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കൊണ്ടും ആ മാതാപിതാക്കളുടെ മനസ്സ് നിറയുകയായിരുന്നു. നിവിൻ വൈകുന്നേരം തന്നെ പല്ലവിയെ വിളിച്ചു. നാളെ എല്ലാവരും അവളെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ട്രീസയും മാത്യൂസും നീനയും ബോബിയും ഫ്ലാറ്റിലെത്തി. ആദ്യം എല്ലാവരെയും അഭിമുഖീകരിക്കാൻ മോഹൻ ഒരു മടിയുണ്ടായിരുന്നെങ്കിലും മാത്യൂസും കുടുംബവും വളരെ നന്നായി തന്നെ ആ സാഹചര്യം കൈകാര്യം ചെയ്തു. ആദ്യത്തെ സമരങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി വീണ്ടും അവരുടെ വീട്ടിലേക്ക് സന്തോഷം കടന്നു വരാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ബോംബെയിലെ ജോലി വിട്ട് തൃശ്ശൂരിലേക്ക് വരാനാണ് തൻ്റെ തീരുമാനമെന്ന് പല്ലവി അറിയിച്ചു. തൃശ്ശൂരിൽ വന്നതിന് ശേഷം വിവാഹം നടത്താമെന്ന് മോഹൻ തീരുമാനത്തിലെത്തി. 2 കുടുംബങ്ങളും പിരിഞ്ഞു. മാത്യൂസും ട്രീസയും പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിന് തന്നെ തിരികെ നാട്ടിലേക്ക് പോയി. പല്ലവിയെ കണ്ട വിവരം നിതയെ നിവിൻ അറിയിച്ചു. ആദ്യം അവൾ പരിഭവം നടിച്ചു. പിന്നീട് പല്ലവി നിവിനിൽ നിന്നും നിതയുടെ നമ്പർ വാങ്ങി വിളിച്ച് സംസാരിച്ചു. ഏറ്റവും കൂടുതൽ പിണക്കം പല്ലവിയോട് നിതയ്ക്കായിരുന്നു. അതിന് കാരണം തന്നോട് പറയാതെ പോയതായിരുന്നു. ആദ്യം അവൾ കുറേ പരിഭവം കാണിച്ചുവെങ്കിലും പിന്നീട് പഴയ കൂട്ടുകാരികളായി സംസാരിച്ചു. കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ തങ്ങിയതിന് ശേഷം നിവിനും നാട്ടിലേക്ക് യാത്രയായി. കൃത്യം 1.5 മാസത്തിന് ശേഷം മോഹനും പല്ലവിയും തൃശ്ശൂരിലേക്ക് തിരിച്ചു വന്നു. 10-15 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വിവാഹം ആർഭാടമായി തന്നെ നടന്നു. വെള്ള നെറ്റ് സാരിയിൽ തലയിൽ നെറ്റിട്ട് അവൾ സുന്ദരിയായിരുന്നു. അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഡയമണ്ട് തിളക്കവും. സ്യൂട്ടിൽ സുന്ദരനായി നിവിനും. 7 നൂലിൽ കൂർത്ത മിന്ന് പല്ലവിയുടെ കഴുത്തിൽ അൾത്താരയുടെ മുൻപിൽ വെച്ച് നിവിൻ അണിയിച്ചു. ചുവന്ന മന്ത്രകോടി അവളുടെ ശിരസിൽ അണിയിച്ചു. വേദപുസ്തകത്തിൽ തൊട്ട് മരണം വരെ ഒപ്പമുണ്ടാകുമെന്ന് അവർ സത്യം ചെയ്തു. അവൾ മനസ്സ് നിറഞ്ഞ് കർത്താവിന് നന്ദി പറയുകയായിരുന്നു. തൻ്റെ പ്രണയം സ്വന്തമായിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ വന്നെങ്കിലും തൻ്റെ പ്രണയം സത്യമായതുകൊണ്ട് തന്നെ അവസാനം അത് തനിക്ക് സ്വന്തമായി. അവൾ മനസ്സിലോർത്തു. നിറകണ്ണുകളോടെ അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. നിവിൻ്റെ കൈകളിൽ പല്ലവിയുടെ കൈകൾ പിടിച്ച് നൽകുമ്പോൾ മോഹൻ്റെ മനസ്സും നിറയുകയായിരുന്നു. തൻ്റെ മകളെ പിരിയുന്ന കാര്യം അയാൾക്ക് ഹൃദയഭേദകമായിരുന്നു. വിവാഹം കഴിഞ്ഞ് നിവിൻ നൽകിയ മന്ത്രകോടി ഉടുത്ത് വന്ന പല്ലവിയെ
ട്രീസ കൊന്തയും മെഴുകുതിരിയും കൊടുത്ത് അകത്തേക്ക് സ്വീകരിച്ചു. സ്നേഹക്കൂട്ടിലേക്ക് വലത് കാലെടുത്ത് വെച്ച് അവൾ ആ വീടിൻ്റെ മരുമകളായി. അകത്തേക്ക് കയറി. ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും പരിചയപ്പെടുത്തലുകളും ചോദ്യങ്ങൾക്കുമിടയിൽ പെട്ടെന്ന് നീന തലകറങ്ങി വീണു. പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ചേർന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പല്ലവിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. താൻ വന്നു കയറിയ ദിവസം തന്നെ ഇങ്ങനെയൊരു സംഭവം. അതവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. പക്ഷേ കുറേ നിമിഷങ്ങൾക്ക് ശേഷം ആ വീടിനെ തേടിയെത്തിയത് മറ്റൊരു സന്തോഷ വാർത്തയായിരുന്നു. നീന ഗർഭിണിയാണെന്ന്. ഒന്നല്ല, 2 കുഞ്ഞുങ്ങളെയാണ് അവൾ ഉദരത്തിൽ പേറുന്നത്. പല്ലവിക്ക് സന്തോഷമായിരുന്നു. ഏറ്റവും സന്തോഷം അവൾക്കായിരുന്നു. സന്തോഷങ്ങളുടെ അമൃതവർഷം പൊഴിക്കുമ്പോഴും ട്രീസ വന്ന് പല്ലവിയുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞു, ഒക്കെ മോളുടെ ഐശ്വര്യം കൊണ്ടാണ്. അവൾ മനസ്സ് നിറഞ്ഞു ചിരിച്ചു. ആശുപത്രിയിൽ കിടന്ന നീനയും മനസ്സിൽ വിചാരിച്ച ഇതുതന്നെയായിരുന്നു. ഈ ശാപമായിരുന്നോ പല്ലവി ഞാൻ ഇത്രയും കാലം അനുഭവിച്ചു തീർത്തത്? നിന്നോട് ചെയ്ത തെറ്റിൻ്റെ ഫലമായിരുന്നോ? നിന്റെ കണ്ണുനീരിൻ്റെ പ്രതിഫലമാണോ ഇതൊക്കെ? നീ എനിക്ക് മാപ്പ് തന്ന ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം നിറയുകയായിരുന്നു. നീനെ ഓർത്തു. വൈകുന്നേരം തന്നെ നിവിൻ തിരിച്ചെത്തിയിരുന്നു. വിവാഹത്തിൻ്റെ ക്ഷീണവും ഹോസ്പിറ്റലിൽ നിന്ന് ആലസ്യവുമെല്ലാം അവനെ തളർത്തിയിരുന്നു. അവൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മുറിയിൽ പല്ലവി ഉണ്ടായിരുന്നു. ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഒരു റോയൽ ബ്ലൂ നിറത്തിലൊരു സിമ്പിൾ ചുരിദാറായിരുന്നു അവളുടെ വേഷം. നീലൻ മുടി അഴിഞ്ഞു കിടക്കുന്നു. കഴുത്തിലൊരു നേരിയ സ്വർണ്ണ ചെയിൻ, അതിലൊരു കുഞ്ഞു കുരിശ്. അതിനോട് ചേർന്ന് കിടക്കുന്ന താൻ കെട്ടിയ മിന്ന്. നെറ്റിയിലൊരു കുഞ്ഞ് നീലപ്പൊട്ട്, ചെറുതായി ഇത്തിരി സിന്ദൂരം. മറ്റ് ചമയങ്ങളൊന്നുമില്ല. നിവിൻ പുറകിൽ കൂടി വന്ന് അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി. അവളുടെ ശരീരത്തിൽ നിന്ന് വന്ന മുല്ലപ്പൂവിൻ്റെ പെർഫ്യൂം സുഗന്ധം അവനിലെ പുരുഷൻ്റെ വികാരങ്ങൾ ഉണർത്തി. നീ എന്തെടുക്കും ഇവിടെ? ഞാൻ വെറുതെ രാത്രിയുടെ സൗന്ദര്യം കാണുകയായിരുന്നു. ഇവിടെ ഒരുത്തൻ 5 കൊല്ലമായിട്ട് നിരാശാകാമുകനായി നിൽക്കുക. അപ്പോഴാണ് അവൾ രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്നത്. അവളുടെ മുഖത്ത് നാണം മിന്നിമാഞ്ഞു. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് മെല്ലെ നെറ്റിയിൽ ചുംബിച്ചു. ചുംബനങ്ങൾ മത്സരിച്ച് നിൽക്കവേ അവൻ അവളെ കോരിയെടുത്തു. അവൻ്റെ ഉള്ളിലെ പ്രണയം ഒരു അഗ്നിയായി അവളിൽ ആളിപ്പടർന്നു. ഓരോ ഉയർച്ച താഴ്ചകളുടെയും ഇടയിൽ വികാരങ്ങൾ വേലിയേറ്റം നടത്തിയ ഏതോ നിമിഷം അവരൊന്നായി. ആ രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ അവൻ അവളുടെ നെഞ്ചിൽ തളർന്നു വീണു. വെണ്ണിൽ ചന്ദ്രൻ നാണം കൊണ്ട് മുഖം താഴ്ത്തി. ദൂരെ എവിടെയോ 2 ഇണപ്രാവുകൾ തമ്മിൽ കൊക്കുരുമി. 6 വർഷങ്ങൾക്ക് ശേഷം ഡയാനയും അനൂപും വിവാഹം കഴിഞ്ഞു. സ്വന്തം അനുജത്തിയായി പല്ലവി അവളെ അംഗീകരിച്ച് കഴിഞ്ഞിരുന്നു. അവളുടെ വിവാഹത്തിനെല്ലാം മുൻപിൽ പല്ലവി ഉണ്ടായിരുന്നു. പല്ലവിയായിരുന്നു എല്ലാ കാര്യങ്ങളും അവളുടെ മുൻപിൽ നിന്നും ഒരു ചേച്ചിയുടെ സ്നേഹത്തോടെ ചെയ്തത്. വിഷ്ണുവും ഹർഷയും ബാംഗ്ലൂരിൽ ഹാപ്പിയായി ജീവിക്കുന്നുണ്ട്. അവരുടെ സന്തോഷത്തിന് മാറ്റുകൂട്ടാൻ ഒരു പൊന്നുമോളും. നിവിൻ്റെ പിറന്നാളായിരുന്നതിനാൽ പാളയത്തെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതായിരുന്നു നിവിനും പല്ലവിയും. ഒപ്പം അവരുടെ 6 വയസ്സുകാരൻ നേഹാനും. പല്ലവി അൾത്താരയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചതാണ്, കർത്താവേ, ഈ അൾത്താരയുടെ മുൻപിൽ നിവിൻ്റെ കൈയും പിടിച്ച് വരണമെന്ന്. അതവിടുന്ന് സാധ്യമാക്കി തന്നു. 1000 നന്ദി. പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ മനസ്സ് നിറയിപ്പോൾ സന്തോഷമാണ്. കഴിഞ്ഞില്ലേ മേഡം നിന്റെ പ്രാർത്ഥന? പുറത്തോടി കളിക്കുന്ന നേഹാനെ എടുത്തുകൊണ്ട് വന്ന് നിവിൻ ചോദിച്ചു. ആ കുസൃതി കൊടുക്കാൻ നിവിൻ്റെ കയ്യിലിരുന്ന് ആരെയോ നോക്കിയായിരുന്നു. അപ്പുറത്ത് കലപില സംസാരിക്കുന്ന ഒരു 3 വയസ്സുകാരിയിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. കഴിഞ്ഞു, ഇറങ്ങാം, പല്ലവി പറഞ്ഞു. മെഴുകുതിരികൾ കത്തിച്ച് അവർ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ നേഹാൻ്റെ കണ്ണുകൾ ആ 3 വയസ്സുകാരിയിൽ തന്നെയായിരുന്നു. കാറിലേക്ക് കയറുമ്പോൾ അവൾ നിവിനോട് പറഞ്ഞു, പപ്പ, എനിക്ക് ആ ബേബിയെ കല്യാണം കഴിക്കണം. അവൻ്റെ സംസാരം കേട്ട് നിവിനും പല്ലവിയും പരസ്പരം നോക്കി. കല്യാണോ? നിനക്ക് എത്ര വയസ്സായി? പല്ലവി അതിശയത്തോടെ അവനെ നോക്കി പറഞ്ഞു. അത് കണ്ട് നിവിൻ പൊട്ടിച്ചിരിച്ചു. പപ്പയുടെ മോനൂട്ടം വിഷമിക്കേണ്ട കേട്ടോ. മോനൂട്ടം വലിയ കുട്ടിയാകട്ടെ. പപ്പ ആ ബേബിയെ തന്നെ കല്യാണം കഴിപ്പിച്ചു തരാം. നല്ല ബെസ്റ്റ് പപ്പയും മോനും, പല്ലവി കളിയാക്കി. നീയും അത്ര മോശമൊന്നുമല്ല. നിന്റെ അല്ലേ മോൻ. അവൻ വലുതാവുമ്പോൾ ചിലപ്പോൾ ആ കൊച്ചിനെ തിരക്കിപ്പോവും. നിവിൻ അവളെ നോക്കി പറഞ്ഞു. പല്ലവി അവനെ നോക്കി കണ്ണുരുട്ടി. നിങ്ങൾ 2 പേരും ഒന്നായി, ഞാൻ ഒറ്റയായി. അവൾ അവരോട് പരിഭവം കാണിച്ചു. എൻ്റെ മുത്തിന് ഞാനില്ലേടാ? നിവിൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നേഹാൻ ചിരിയോടെ കണ്ണുപൊത്തി. സ്നേഹക്കൂട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും അവരെ കാത്തിരിപ്പുണ്ട്. നേഹാൻ ചെന്ന ഉടനെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മടിയിൽ കയറി. ജൈന നിതയുടെ മകളാണ്. വന്ന് ട്രീസയുടെ കയ്യിൽ കയറി. അത് കണ്ട് അവൻ അല്പം കുശുമ്പ് വന്നു. പുറകെ അലോനയും അല്ലിനും വന്നു. നീനയുടെ ഇരട്ട കുട്ടികളാണവർ. അവരെ കൂടി കണ്ടതോടെ കുട്ടികൾ അവരുടെ ലോകത്തേക്ക് ചേക്കേറി. അവർക്ക് പുറകെ നിതയും നീനയും വന്നു. നിങ്ങൾ എവിടെയായിരുന്നു? നീന ചോദിച്ചു. ഇവളുടെ പ്രാർത്ഥന കഴിയണ്ടേ? നിവിൻ പറഞ്ഞു. മാത്യൂസ് ഒന്ന് ചിരിച്ചു.
അവൾക്കെങ്കിലും അങ്ങനെയൊരു ചിന്തയുണ്ടല്ലോ. നീ കണ്ടുപഠിക്കാൻ നോക്ക്, ട്രീസ പറഞ്ഞു. കണ്ടുപിടി. അമ്മായിയമ്മയും മരുമോളും ഒരു കൈയാണ്. നിവിൻ പരിഭവം പറഞ്ഞു. അമ്മച്ചി അമ്മായിയമ്മ പേരിന് പേരുദോഷം ഉണ്ടാക്കാതെ ചെറിയ പോരൊക്കെ ഇവളോട് കാണിക്ക്, നിത പറഞ്ഞു. ഒന്ന് പോടി, ട്രീസ അവളോട് പറഞ്ഞു. ഞാൻ വേഷം മാറി വരാം, പല്ലവി പറഞ്ഞു. വേഗം വേണം, കേക്ക് കട്ട് ചെയ്യാനുള്ളതാ, നിത വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആയിക്കോട്ടെ, മോഹൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കാണും, ഞാൻ പോയി കൂട്ടാം, മാത്യൂസ് നിവിനോട് പറഞ്ഞു. വേണ്ടപ്പാ, ഞാൻ പോവാം. ചേട്ടായി ഇനി പിറന്നാളായിട്ട് പോണ്ട, ബോബി പോയി അങ്കിളിനെ കൂട്ടി വരും. ആ, ഞാൻ പോവാം. ബോബി ഇറങ്ങി. പല്ലവി മുറിയിലെത്തി. സാരി മാറ്റാനായി വാതിലടയ്ക്കാൻ തുടങ്ങിയപ്പോൾ നിവിൻ വന്നു. അവൻ അകത്തേക്ക് കയറി. അവളെ ഇട്ടിപ്പിൽ കൂടി അവളെ വട്ടം പിടിച്ച് കവിള് കാണിച്ചു പറഞ്ഞു, എൻ്റെ പിറന്നാൾ സമ്മാനം താ. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. ആ കവിളിൽ ഒരു അമർത്തിയ ചുംബനം നൽകി. ആ സ്നേഹക്കൂട്ടിൽ സ്നേഹം പെയ്തു. അവസാനിച്ചു. ഇഷ്ടമായെങ്കിൽ വലിയ കമൻറ്റ് തരണേ. അപ്പോൾ സ്നേഹദൂരം പുതിയ കഥ അതുമായിട്ട് ഇനി മുന്നോട്ട് പോവാം കേട്ടോ. ഓക്കെ, ടാറ്റാ.